ഇവിടുത്തെ ദീപാവലി നീ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അല്ല, രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും പോവാണോ? ഷോപ്പിങ്ങിന് പോണ്ടേ? നീ വിളക്കുണ്ടാക്കുകയാണെങ്കിൽ ഞാനും ജ്യോതിയും ചിത്രയും താരയും കൂട്ടി പോയിട്ട് വരാം. അയ്യോ, ഞാനീ മണ്ണ് കുഴപ്പിച്ചു വെച്ചേ ഉള്ളൂ. വിളക്കുകള് താരയും ചിത്രയും കൂടി ഉണ്ടാക്കിക്കൊള്ളും. എന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടി ഷോപ്പിങ്ങിന് പോവാം. നമ്മളെ കൊണ്ട് ചെയ്യിക്കാനോ? ഇത് പൊളിക്കണം. വാ 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 പോ. ഇത്രയും നാളും നിങ്ങൾ 3 പേരും കൂടി ചേർന്നല്ലേ ദീപാവലി ഗുഡായിട്ട് നടത്തിയത്. ഇവള് വന്നു കയറിയതല്ലേ ഉള്ളൂ. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ദീപാവലിയുടെ ചടങ്ങുകളെല്ലാം നീ തന്നെ ചെയ്താൽ മതി. ഞാൻ കരുതിയത് ഏകാദശിയുടെ കഥ വായിക്കാൻ പുതിയ മരുമകളെ ഏൽപ്പിച്ചതുപോലെ ദീപാവലിയും ഇവളെ തന്നെ ഏൽപ്പിക്കുമെന്ന. അമ്മ പൂർണ്ണ മനസ്സോടെ തന്നെ പറഞ്ഞതാണല്ലോ അല്ലേ? ഇത് പറഞ്ഞ ഞാനല്ല. പിന്നെ ഇവളാ പറഞ്ഞത്. മൈ മരുമകൾ ജ്യോതി. അത് കൊള്ളാം. ഇപ്പോഴെങ്കിലും ഇവളെ കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് സമ്മതിച്ചല്ലോ. അത് ഞാൻ അമ്മേ, ഞാൻ പറയാം. നീ പറഞ്ഞത് ശരിയാ. എല്ലാ കാര്യങ്ങളും എല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുമാത്രല്ല, ഞാൻ വന്നതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് എനിക്കിഷ്ടല്ല. ചീട്ടുകളി പാർട്ടി ഇത്തവണ ഉണ്ടല്ലോ അല്ലേ അമ്മ? വൈ നോട്ട്? ചീട്ടുകളി ഇത്തവണയും ഉണ്ടാവും. ചീട്ടുകളിയോ? അതും ദീപാവലിക്കോ? യെസ്, ഇവിടെ അതൊരു ചടങ്ങാ. DKയുടെ ഫ്രണ്ട്സും പാർട്ട്നേഴ്സും ഒക്കെ വരും. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്നിരുന്ന് ചീട്ട് കളിച്ച് എൻജോയ് ചെയ്യും. ഒരു രസം. അയ്യോ, ഞങ്ങളുടെ നാട്ടിലെ വെളിപ്പറമ്പിലെ വട്ടം കൂടിയിരുന്ന ആളുകൾ ചീട്ട് കളിക്കുന്ന. അവരെ പിടിക്കാൻ പോലീസ് വരുമ്പോ അവന്മാര് എണീറ്റോടുന്നൊരോട്ടം കാണണം. നിന്റെ നാട്ടിലെ ലോക്കൽ ചീട്ടുകളിയല്ല ഇത്. കൈ നിറയെ പണം വെച്ചുള്ള കളിയാ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മുച്ചീട്ട് കളി, പന്നി വളർത്ത് എന്നൊക്കെയാ പറയുന്നത്. പോലീസ് പിടിച്ച ഇടി ഉറപ്പാ. ചിലപ്പോ ജയിലിലും കിടക്കേണ്ടി വരും. പണം വെച്ച് ചീട്ട് കളിക്കുന്നതേ ക്രിമിനൽ കേസാ. ഈ വീട്ടിലേക്ക് പോലീസുകാരും അങ്ങനെ വരാറില്ല. അഥവാ വന്നാ തന്നെ ആ ഗേറ്റിന് പുറത്തേ നിൽക്കും. ബേട്ടി, നിനക്കിതൊക്കെ വിചിത്രമായ ആചാരമായി തോന്നും. ഇത് പാരമ്പര്യമായി ഈ കുടുംബത്തിൽ നടക്കുന്നതാ. ഞാൻ ഈ വീട്ടിൽ മരുമകളായി വന്നപ്പോ എനിക്കും അതിശയമായിരുന്നു. ഇപ്പൊ നീ ചോദിക്കുന്ന പോലെ ഡൗട്ട്സ് അന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട്. പിന്നീട് എന്റെ അമ്മായിമ്മ ഈ ചടങ്ങ് എന്നെ അങ്ങ് ഏൽപ്പിച്ചു. നാളെ ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കും. ഈ തൃശൂർ ഭാഗത്തൊക്കെ പണം വെച്ച് ചീട്ട് കളിച്ച് ആഘോഷിക്കുന്ന വീടുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. നല്ല ടൈം പാസ്സായി ചീട്ടുകളി. നിനക്കിത് നന്നായി ഇഷ്ടപ്പെടും. നീ ഹാപ്പി ആകും. ഐ ഹാപ്പി, യു ഹാപ്പി, വി ആർ ഹാപ്പി. പാർട്ടിക്ക് വേണ്ട ഡെക്കറേഷൻ സാധനങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ഇവന്റ് മാനേജരോട് പറഞ്ഞിട്ടുണ്ട്. പടക്കം പറഞ്ഞിട്ടുണ്ടോ? പിന്നില്ലേ. അയ്യോ, പടക്കം മാത്രം പോരാ. മത്താപ്പൂ, കമ്പിത്തിരി, റോക്കറ്റ് എല്ലാം വേണം. പിന്നെ പൊട്ടാസും എല്ലാം ഉണ്ട്. നീ വാ, നമുക്ക് ചീട്ടുകളിക്കുള്ള സ്ഥലം റെഡിയാക്കിയിടാം. അവരിപ്പോ സാധനങ്ങൾ കൊണ്ട് വരും. ഗോ ഗോ. അപ്പൊ അവളുടെ കാരുണ്യത്തിലാ മായച്ചിക്ക് ദീപാവലിയുടെ നടത്തിപ്പ് കിട്ടിയത്. കഷ്ടം. അവളെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ലെന്ന് അവള് തന്നെ സമ്മതിച്ചില്ലേ? ഇതുപോലെ ഓരോന്നും അവള് തന്നെ സമ്മതിക്കും. ഒടുവില് ഇവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്യും.
ഇങ്ങോട്ട് വരൂ. ദാ ഇവിടെ വെക്കേ, അതിവിടെ വെക്കേ. പൊയ്ക്കോ. നമസ്കാരം മാഡം. നമസ്കാരം. ആരാ ഇതൊക്കെ? എന്താ? ദീപാവലിക്ക് പൊട്ടിക്കാനുള്ള പടക്കങ്ങളാണ് മാഡം. ഓർഡർ ചെയ്തതനുസരിച്ച് ഡെലിവറി ചെയ്യാൻ വന്നതാ. ഇതെന്തിനാ ഈ കളിത്തോക്ക്? ഇത് കളിത്തോക്കല്ല, റിയൽ തോക്കാണ്. നിങ്ങൾ ആരാ? നിങ്ങൾ എന്തേ കാണിക്കുന്നെ? നിന്നെ കൊല്ലാൻ പോകുന്നു. അത് കൊള്ളാലോ. എന്നെ കൊല്ലണോ? നിങ്ങൾക്ക് എന്താ തോന്നാൻ? എനിക്കെങ്ങനെ ശത്രുക്കളൊന്നും ഇല്ലല്ലോ. പണ്ട് കൊച്ചിന് സ്കൂളിൽ പഠിക്കുമ്പോ ചിലരൊക്കെ നുള്ള മാന്തവും വെച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും ആണോ? നിങ്ങളെന്താ കൊട്ടേഷനാ? അയ്യടി മനമേ, കൊത്തി കൊത്തി മുറത്തേക്ക് കയറുന്നോ? ഒരു കളിത്തോക്കം വെച്ച് എന്നോട് കയർക്കാൻ വന്നാലുണ്ടല്ലോ. ആരാ നീ? എടാ നീ ആരാന്ന്? നിങ്ങളോ? അതെ, ഞാൻ തന്നെയാ. അയ്യോ, എടോ നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ ഇങ്ങോട്ട് കയറി വരരുതെന്ന്? എല്ലാം അറിഞ്ഞുകൊണ്ടാ ഞാൻ വന്നത്. നീ ആ DKക്ക് വേണ്ടി പൂജ ചെയ്യുന്നു. അവൻ നിന്റെ കാല് കഴുകി നാരീ പൂജ ചെയ്യുന്നു. നീ എന്താ അവന്റെ കൂടെ അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചോ? അതെ, ഈ തോക്കുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ എന്നെ വെടിവെച്ച് കൊന്നു. ഞാൻ അങ്ങ് ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് മരിച്ചോളാം. പക്ഷെ ആ ഹിറ്റ്ലറുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് അയാളോട്. എന്നിട്ടാണോ നീ ഇതുവരെ ആ ലോക്കർ എനിക്ക് എടുത്തു തരാത്തത്? അതെ, ആ ലോക്കർ തുറന്ന് തെളിവുകൾ എടുക്കണോ അതോ ആ ലോക്കർ അതേപോലെ നിങ്ങളുടെ കയ്യെ കൊണ്ട് തരണോ? നീ അത് എടുത്തുകൊണ്ട് തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ആ ലോക്കർ ഇപ്പൊ DKയുടെ മുറിയിൽ കാണാനില്ല. കാണാനില്ലെന്നോ? ആര് കൊണ്ടുപോയി? അത് ഞാനിപ്പോ എങ്ങനെ അറിയാന്? ആ DK തന്നെ ആയിരിക്കും. അതൊന്നും എനിക്കറിയണ്ട. എവിടെയായാലും നീ അതെനിക്ക് കണ്ടുപിടിച്ചുകൊണ്ട് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നെ കൊല്ലൂ? നിന്നെ കൊല്ലില്ല, പക്ഷേ നിന്റെ അച്ഛൻ ജയിലിൽ കിടന്ന് നരകിച്ച് മരിക്കും. കാണണോ നിനക്കത്? കാണണോ നിനക്കത്? നേരത്തെ നിങ്ങൾ പറഞ്ഞു ക്രിമിനൽ കേസിൽ പെടുത്തൂന്ന്, ഇപ്പൊ പറയുന്നു ജയിലിൽ കിടത്തൂന്ന്. നിങ്ങൾ തന്നെ എന്താന്ന് വെച്ചാ തീരുമാനിക്ക്. ഇതിലേതാ ശരി? ഇത് ലാസ്റ്റ് വാണിംഗാ. ഇനി ഉഴപ്പിയ നിന്റെ അച്ഛനെ രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല. കെയർഫുൾ. ഈശ്വരാ, ആ ഹിറ്റ്ലർ ലോക്കർ എങ്ങോട്ടാണോ എടുത്തു മാറ്റിയത്? എങ്ങനെയെങ്കിലും ഉടനെ അത് തപ്പിയെടുക്കണം. ആ ലോക്കർ എടുത്ത് എന്റെ മുഖത്തെറിഞ്ഞു കൊടുത്താ എന്റെ അച്ഛനെ രക്ഷപ്പെടും. ഈ നരകത്തീന്ന് ഞാനും രക്ഷപ്പെടും. മീറ്റിംഗ് നാളെ രാവിലെ 10 മണിക്ക് ഫിക്സ് ചെയ്തോളൂ. ഐ വിൽ കം ദെയർ ഓൺ ടൈം. ഓക്കെ സർ? എന്താ? മാഡത്തിന്റെ അച്ഛൻ കാണാൻ വന്നിരിക്കുന്നു. മാഡത്തിന്റെ അച്ഛനോ? ഏത് മാഡം? ജ്യോതി മാഡത്തിന്റെ.
ചെന്നാ മതി. ഓ ഇരിക്കൂ. എന്താ പ്രത്യേകിച്ച്? മകളെ കാണാനാണ് വന്നതെങ്കിൽ അമരാവതിയിലേക്ക് ചെന്നാൽ മതിയായിരുന്നല്ലോ. അല്ല, ഞാൻ മോനെ കാണാൻ തന്നെ വന്നതാ. ഇത്തരം ബന്ധു സന്ദർശനങ്ങൾ എനിക്ക് തീരെ താല്പര്യമില്ല. അറിയാം, പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് മോനോട് പറയാനുണ്ട്. എന്താ കാര്യം? നിങ്ങളുടെ കല്യാണം നടന്നത് നല്ല രീതിയിലല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സംഭവിച്ചു പോയി. അതുകൊണ്ട് കുട്ടിക്കാലത്ത് മരിച്ചത് അവളുടെ അമ്മ. ഒരമ്മയുടെ സ്നേഹം എന്റെ കുട്ടി കിട്ടിയിട്ടില്ല. ഇതൊക്കെ എന്നോട് ഒന്ന് പറയുന്നത് എന്തിനാ? ജീവിതത്തിൽ ഇതുവരെ അവൾ കള്ളം പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ആ കല്യാണം നടന്ന ദിവസം സംഭവിച്ച കാര്യങ്ങൾ അവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. അത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ ശത്രുവിനോടൊപ്പം ചേർന്ന് അവൾ എന്നെ ചതിച്ച് കല്യാണം കഴിച്ചു. എന്റെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് കയറി വന്നു. അതൊക്കെ ഞാൻ സഹിച്ചു. പക്ഷെ ചില നേരത്തെ അവളുടെ സംസാരം കേൾക്കുമ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തോന്നും. കുറച്ച് വായാടിയാണെന്നേ ഉള്ളൂ, പക്ഷെ നന്മയുള്ളോളാ. അല്ല, ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? ഒന്നും വേണ്ട. ഒരുപാട് കണ്ണീര് കുടിച്ചോളാ എന്റെ കുട്ടി. മോനും കൂടി അവൾ കരയിക്കരുത്. അത് ഈ അച്ഛന് സഹിക്കാൻ കഴിയില്ല. അതെ, ഈ കണ്ണീരൊന്നും വേണ്ട. ഞാനായിട്ട് നിങ്ങളുടെ മകളെ കരയിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഓരോ ദിവസവും അവള് കാരണം എന്റെ മനസ്സമാധാനം പൊയ്ക്കൊണ്ടിരിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. നോ, ഞാൻ ഇന്നുവരെ അവളെ എന്റെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല. പേരിനൊരു ഭാര്യ അല്ലേ? മോൻ കെട്ടിയ താലിയ അവളുടെ കഴുതിൽ കിടക്കുന്നത്. നാട്ടുകാരുടെ മുമ്പിൽ അവളുടെ DKയുടെ ഭാര്യ. പത്മാവതി അമ്മ അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്നത്. പക്ഷെ അമരാവതിയിലെ മരുമക്കൾക്ക് അവളോട് ദേഷ്യമുണ്ട്. ഈ പരാതികളൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ ജീവിതത്തിലും മനസ്സിലും സ്ഥാനമില്ലെന്നല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മകൾ അമരാവതിയിലെ മരുമകൾ തന്നെയായിരിക്കും. അധികാരവും സ്ഥാനവും എല്ലാം. ഇത് നിങ്ങളുടെ മകളോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമല്ല. എനിക്കെന്റെ സുപ്രിയെ മറന്ന് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഭാര്യ മരിച്ചുപോയ ഒരാളാ ഞാനും. ഒരു കടലോളം സ്നേഹം ജ്യോതിയുടെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അവളെ മറക്കാൻ ഞാനും ഇതുപോലെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞാൻ രണ്ടാമതും വിവാഹം കഴിച്ചു. എന്നാലും ചിലതൊന്നും മറക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മോന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. പക്ഷേ ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ. വിവാഹബന്ധം വേർപെടുത്തിയ ഒരു മകളെ കാണാൻ ദയവായി ഇടവരുത്തരുത്. ആ ഒരു അപേക്ഷയേ ഉള്ളൂ. അത് താങ്ങാൻ ഈ അച്ഛന് കഴിയില്ല. പിന്നെ പിണക്കൊക്കെ മാറുമ്പോ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരണം. വീട്ടിലേക്ക് വിരുന്നു വരുന്ന മരുമകനെ കാണാനുള്ള കൊതി കൊണ്ടല്ല. നാട്ടുകാരല്ലേ ഓരോന്നൊക്കെ ചോദിക്കും, അതുകൊണ്ടാ. വരട്ടെ. പിന്നെ അവളെ കാണാൻ പോകുന്നില്ല. കാണാൻ വയ്യ. അതെ, എന്നെ കൊണ്ട് മറ്റെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. മനസ്സിലായി. പണത്തിന്റെ കാര്യമല്ലേ? അതെ, പണത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷേ എന്റെ മോളുടെ സന്തോഷം മാത്രമാണ് ഈ അച്ഛൻ മകനോട് യാചിക്കുന്നത്. ഒരു പിടി അവലും കൊണ്ട് കൃഷ്ണനെ കാണാൻ പോയ കുചേലൻ തിരിച്ചു വന്നപ്പോ അവന്റെ ജീവിത ദുഃഖങ്ങളെല്ലാം മാറി കുബേരനായെന്ന കഥ.
എനിക്ക് കുബേരനാവണ്ട, എന്റെ മോൾ ചിരിച്ചു കണ്ടാ മതി. അത്രയും മാത്രം മോൻ ചെയ്തു തന്നാ മതി. വരട്ടെ. അവിനാശ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്നെ ശല്യപ്പെടുത്താൻ മേലാൽ ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത്. അപ്പോ ക്ഷണിച്ചു വരുന്നതിനെ അപമാനിക്കാനാ പ്ലാൻ? ആരെ ക്ഷണിച്ചു? അവിനാശിനെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഞാനാ അവിനാശിനെ ക്ഷണിച്ചത്. നീ നോക്കി പേടിപ്പിക്കണ്ട. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇവൻ സഹായിക്കാൻ ഏറ്റതുകൊണ്ടാ വരാൻ പറഞ്ഞത്. പ്രിയ, ആപത്ത് വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും ആളുകൾ പരസ്പരം സഹായിക്കേണ്ടത്. പ്രിയയുടെ അമ്മ എന്നോടൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. സഹായിക്കാൻ കഴിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ സഹായിക്കാമെന്നേറ്റു. അത്രയേ ഉള്ളൂ. $15 ലക്ഷം രൂപയുടെ ചെക്കാണിത്. ബാങ്കിലെ കടം തീർക്കാൻ തൽക്കാലം ഇത് മതിയാവില്ലേ? മതി, ഇത് മതി. നിന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? എനിക്ക് നന്ദി പറയേണ്ട കാര്യമൊന്നും ഇല്ല ആന്റി. ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമായി കഴിഞ്ഞാൽ പിന്നെ അതെന്റെ കടമയല്ലേ. തൽക്കാലം ഞാനൊരൽപ്പം മുൻകൂട്ടി ചെയ്യുന്നത് മാത്രം. പക്ഷേ ഒരു കാര്യത്തിൽ ആന്റി എനിക്ക് ഉറപ്പ് തരണം. ഞങ്ങളുടെ വിവാഹം. അതിനെന്താ തടസ്സം? നിന്റെ ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ വിവാഹം നടത്താം. ആദ്യം ഡിവോഴ്സ് നടക്കട്ടെ. ആ ചെക്കിങ് ഇതാ. അയ്യോ, പ്രിയ, നീ എന്തായി കാണിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? പ്രിയ, വീട്. തന്റെ സഹായം ഇവിടെ ആർക്കും വേണ്ട. പ്രിയേ, നീ പറയുന്നൊന്ന് കേക്ക്. മതി, നിർത്ത്. ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത്. പൊയ്ക്കോ, ഇറങ്ങി പോവാൻ. മേലിൽ ഇത് ആവർത്തിക്കരുത്. പ്രിയ, നീ എന്നെ തെറ്റിദ്ധരിച്ചിട്ടാ സംസാരിക്കുന്നത്. ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല. നിന്റെ ചേച്ചി പറഞ്ഞ് കേട്ടിട്ടാ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. നീ എന്താടി കാണിച്ചത്? എല്ലാം നശിപ്പിച്ചില്ല നീ. അമ്മേനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പണം കൊണ്ട് ഈ വീടിന്റെ കടം തീർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അമ്മ ഇതുപോലെ ചെയ്താ അന്ന് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. പ്രിയേ, സാരമില്ല ആന്റി.
ഒരു ചെക്ക് കീറിയാൽ മറ്റൊരു ചെക്ക് തരാൻ എനിക്ക് പറ്റും. പക്ഷെ പ്രിയ ഇങ്ങനെ വാശി പിടിച്ച ഞാൻ എന്ത് ചെയ്യും? നീ ഇപ്പൊ പോ, ഞാൻ അവളോട് സംസാരിക്കട്ടെ. ആദ്യം നീ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ നോക്ക്. അവളെ സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. അപ്പോ പണം കുറച്ചു ദിവസം കഴിയട്ടെ, ഞാൻ പറയാം. ശരി. ലോക്കർ തുറന്ന് തെളിവുകൾ എടുക്കണോ അതോ ആ ലോക്കർ അതേപോലെ നിങ്ങളുടെ കയ്യെ കൊണ്ട് തരണോ? നീ അത് എടുത്തുകൊണ്ട് തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്താ നോക്കുന്നത്? അതെ, എനിക്ക് ഷോപ്പിങ്ങിന് പോവാനേ ഒട്ടും താല്പര്യമില്ല. നീ വേണമെങ്കിൽ അവരുടെ ഒപ്പം പൊയ്ക്കോളൂ. ഇത് വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം. അതെന്താ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിയോ? അല്ല, ഈ ദീപാവലിക്ക് ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്നേക്കാൾ അറിയാവുന്നത് നിനക്കാണല്ലോ. എല്ലാം സെലക്ട് ചെയ്യാൻ നീ മിടുക്കി. നീ ഷോപ്പിങ്ങിന് പോകുന്നതാ നല്ലത്. അതിന് എനിക്ക് പകരം ചിത്ര വരുന്നുണ്ടല്ലോ. അവള് കാര്യങ്ങള് വേണ്ടതുപോലെ തന്നെ നോക്കിക്കോളും. നീ കൂടെ പോയാ മതി. അതെ, ഈ ചീട്ടുകളി പാർട്ടിയെ കുറിച്ച് എനിക്ക് ഒരറിവുമില്ല. എല്ലാം നോക്കിയും കണ്ട് വാങ്ങിക്കണമെങ്കിൽ നീ തന്നെ പോയേ പറ്റൂ. ഓ, അത് ശരി. പക്ഷേ ദേ, ഇതൊക്കെ ഉടയാതെ എടുത്ത് നിരത്തി വെച്ച് ഉണക്കിയെടുക്കാൻ നിന്നെ കൊണ്ട് പറ്റൂ? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം.